പരിശുദ്ധ നാമം ഇപ്പോൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഞായറാഴ്ച പകലിൽ സർവകൃപാലുവായ ദൈവത്തെ ആദിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ഈ പകലിൽ കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗ്ഗത്തിലെ വല്ലനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൾ കാര്യത്തിനായി നമ്മൾ ഹൃദയത്തോടെ നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തു. ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതകളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയുടെയും പതരാതെ കണ്ട് നിൽക്കുവാൻ നമ്മെ ശക്തനാക്കിയ കർത്താവിന് സകല മതത്വവും മാനവും ആമേൻ ഹോശാനായ മരിച്ചത് ലോകത്തിന് ആമേ ഈ പകൽ ആമേ ആഘോഷമായി ഹല്ലേലൂയ ആമേ അതിനെ കാണുമ്പോൾ ആമേ ഈ ആഴ്ചയുടെ പ്രാരംഭം കാണുമാറാക്കിയ ദൈവത്തെ ആദ്യപിതാക്കന്മാർ ആത്മാവിന്റെ സത്യത്തിലും ആരാധിച്ചതുപോലെ ഈ ഭൂമിയിൽ നമ്മുടെ ആയുസിനെ ദീർഘമാക്കിയതുകൊണ്ടും നമ്മുടെ കർത്താവിന്റെ വരവ് താമസിച്ചതുകൊണ്ടും ഈ ഭൂമിയിൽ ദൈവം നൽകിയ നല്ല ദാനങ്ങളെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൻ ഭാഗ്യത്തിനായി സന്തോഷമുള്ളവർ അതങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. ഹല്ലേലൂയ. പറഞ്ഞ തീരാത്ത ദാനങ്ങളെ കൊണ്ട് ഓരോ നിമിഷവും അവൻ നമ്മെ പരിപാലിക്കുന്ന, അവൻ നമ്മെ സൂക്ഷിക്കുന്ന, അവൻ നമ്മെ നടത്തുന്ന നിമിഷവിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായി ഈ മധ്യാഹ്ന സമയത്ത് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ വരികളായി ഒരുക്കിയ ആമേൻ പദവിയെ ആമേൻ സന്തോഷകരമായി കാണുന്നവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ അതോട് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവം നാളുവരെ നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്താൻ മൗനമായി വികസിപ്പിക്കാൻ കഴിയത്തില്ലല്ലോ. ഹല്ലേലൂയ. മരിച്ചവരിൽ മൗനയിലായിരിക്കുന്ന യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ ആമേൻ ആരോഗ്യത്തോടെ ബലത്തോടെ ആമേൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ആമേൻ ഈ പകൽ ആരാധിപ്പാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന നമ്മുടെ കർത്താവിനെ ആ കരങ്ങളെ തട്ടി നന്ദിയോടെ സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. നമ്മുടെ ദൈവം നല്ലവൻ. ഹല്ലേലൂയ. ഒരു കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കരികണ്ടൻ കുഞ്ഞിനെ ചിറകിന്റെ വീടെ വഹിക്കുന്നത് പോലെ ഇന്ന് പകലിലും അവിടെ ഇവിടങ്ങളിലായിരിക്കുന്ന നമ്മെ ഹല്ലേലൂയ സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്താൽ അധരങ്ങളെ തുറന്ന് നന്ദിയോടെ ഹല്ലേലൂയ. ഈ പകൽ ആരാധനയ്ക്കായി ആമേൻ നമ്മോടൊപ്പം പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗ്ഗത്തിന്റെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പകലിനായി നന്ദിയോടെ ഞങ്ങളെ നീ വാഴ്ത്തുന്നു, ഞങ്ങളെ നീ സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് പകൽക്കാലം സകല മഹത്വത്തിനും സകല കൂടിച്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവേ, ആരാധിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾ ആയുസ്സിനെ ദീർഘമാക്കിയിരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സകല ഉപവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. ഹല്ലേലൂയ. യഹോവ തന്നെ ദൈവമെന്ന് അറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. ഹല്ലേലൂയ. അവന്റെ ജനവും അവൻ നയിക്കുന്ന ആടുകളും തന്നെ. ഇന്ന് പകൽക്കാലം നല്ല ഇടയനാകുന്ന കർത്താവ് നമ്മെ ഹല്ലേലൂയ അനുദിനം നടത്തുന്ന, പരിപാലിക്കുന്ന, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ എനിക്ക് സ്തോത്രം ചെയ്ത കർത്താവേ. സ്വദേശത്തും വിദേശത്തും ഇരുന്നു കൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളോടൊപ്പം അങ്ങ് ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ആരെങ്കിലും ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടായിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തുമാറാകണമേ. നന്ദിയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവേ, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥ മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ നിന്ന ഉരുട്ടി മാറ്റുന്ന ദിനമാക്കി മാറ്റണമേ. കത്തതകൾ കറുതി വരുത്തുന്ന പകലാക്കി മാറ്റണമേ. വലിയ തൊള്ള കണ്ടു കിട്ടിയവരെ പോലെ സന്തോഷിപ്പാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കരം എന്ന് പകൽ വിശ്വസിക്കുന്നവർ അനുകൂലമായി ചലിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. സകല മഹത്വവും മാനവും പുകഴ്ത്തി
അവിടത്തേക്ക് അർപ്പിക്കുന്നു. ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുവെങ്കിൽ വചനമയച്ച് സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരം ഇന്ന് പകൽ കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ. ഹൃദയങ്ങൾ അറിയുന്ന ദൈവം ആവശ്യമായ ആലോചനകളാൽ നിറയ്ക്കണമേ. പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കുന്നത് തിരുവചനത്തിൽ അന്ന് ഞങ്ങളെ പഠിപ്പിക്കും പോലെ ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവം നൽകിയ എല്ലാ നല്ല ദാനങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായി പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളോടൊപ്പം ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിന് വരുവാൻ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം. ആദ്യോടൊപ്പം പരിശുദ്ധാത്മാവാൻ ദൈവം കൂടെ ഇരിക്കണം. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ പ്രഘോഷിപ്പാൻ അടിയനെ കൃപ നൽകണം. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. അടിയങ്ങൾക്കായി കാലോചിങ്ങൾ അർപ്പിച്ച യേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന പ്രാരംഭത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിലെ വലുവനായ ദൈവം അവിടുത്തെ നന്മകളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ആമേൻ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന പ്രിയ തോമസ് അങ്കിളിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അതുപോലെ ശോഭന വിജയൻ ഓർത്ത് സ്തോത്രം ചെയ്യാം. ബിജു ബ്രദറിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. മറ്റ് ആമേൻ 10 മെമ്പേഴ്സോളം എന്ന ഈ പകൽ ഈ കൂട്ടായ്മയിൽ ആമേൻ പങ്കാളിത്തം വഹിക്കുന്നു. 13ഓളം പങ്കാളിത്തം വഹിക്കുന്നു. മറ്റനേകരുണ്ട്. അവരെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലുവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് നടക്കുന്ന കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലുവനായ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി തുടർന്ന് നടക്കുന്ന ശുശ്രൂഷ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉതകുവാൻ ഇടയാകത്തക്കത് ആത്മാവോടെ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ വലുവനായ ദൈവം എല്ലാവരെയും സഹായിക്കേണ്ടതിനായി ആമേൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കാം. അനുഗ്രഹമായി തീരുമാനം ജീവിതത്തിന്റെ അനുഗ്രഹമായി തീരുമാനം ഇടപെടുമാറാണ് സംസാരിക്കുമാറാണ് ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുമാറാണ് ആരും തമ്മിലിടാതെ സംസാരിക്കുമാറാണ് ഈ മീറ്റിംഗ് തീരുമാനിച്ചു ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുമാറാണ് സന്തോഷമായി തീരുമാറാണ് പല സ്ഥലത്തും നടക്കുമാറാണ് നല്ല സാക്ഷ്യങ്ങൾ സംഗീതം പരിശുദ്ധ Praise the Lord. Hallelujah. Hallelujah. Thank you, Lord Jesus. Hallelujah. Thank you, Jesus.
Praise the Lord. Hallelujah. വേദനയോടെ നിരാശയോടെ ആഗ്രഹയോടെ ആയിരിക്കുന്നത് സകല ബുദ്ധിയും ദൈവിക സമാധാനം എല്ലാവരും Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Amen. Hallelujah. സന്തോഷമുള്ളവരെ കാര്യങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യാം. Hallelujah. നമ്മുടെ ദൈവമേ നല്ലവരാ. ആമേൻ. ഓരോ ദിവസവും ആമേൻ അത്ഭുതകരമായി അതിശയകരമായി നടത്തുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായി ഈ പകൽ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആയുസ്സും ആരോഗ്യവും നൽകിയല്ലോ. ഒരിക്കൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചു. ഹല്ലേലൂയ. ഒരിക്കൽ നമ്മുടെ കർത്താവ് ആമേൻ നമുക്ക് വേണ്ടി ക്രൂശിയിൽ യാഗമായി തീർന്നു. ഹല്ലേലൂയ. ഒരിക്കലായി അടക്കപ്പെട്ടു, ഒരിക്കലായി ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അതേ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ആമേൻ. തങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവമക്കളെ ചേർപ്പാൻ വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞ കർത്താവ് വീണ്ടും മടങ്ങി വരുവാൻ സമയമായി കൊണ്ടിരിക്കുകയാണ്. കർത്താവ് വരുന്നത് വരെ ഈ ഭൂമിയിൽ ആരാധിപ്പാൻ കൃപ ലഭിച്ചവരാണല്ലോ ദൈവമക്കൾ. ഇന്ന് പകൽ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവ് ആമേൻ അതേ താളമേളങ്ങളോട് കൂടെ അല്ലെങ്കിൽ കിന്നരത്തോടെ തപ്പിനോടെ നൃത്തത്തോടെ വാദ്യഘോഷങ്ങളോട് കൂടെ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൂതന്മാരെ ആക്കി വെച്ചു. ഹല്ലേലൂയ. ദൂതന്മാർ അഹങ്കരിച്ചപ്പോൾ ദൈവം വെട്ടി താഴെയിട്ടു. ഹല്ലേലൂയ. ആമേൻ. വീണുപോയ ദൂതന്മാരെ മാറ്റി നിർത്തി ആ സ്ഥാനത്തേക്ക് മണ്ണാൽ നിർമ്മിച്ച മനുഷ്യനെ തന്റെ പുത്രനിലൂടെ വീണ്ടെടുത്ത് കയറ്റി നിർത്തി ദൈവത്തെ ആരാധിക്കുവാൻ. ഹല്ലേലൂയ. രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി സ്വർഗത്തിൽ സറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ നാട്ടപ്പോൾ അവരുടെ മധ്യ അധിവസിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം യശയ്യാവ് അനുഭവിച്ചപ്പോൾ ഹല്ലേലൂയ അയ്യോ ഞാൻ അതരശുദ്ധിയില്ലാത്ത മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ തന്റെ നാവിനെ ശുദ്ധീകരിപ്പാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. സറാഫുകളിൽ ഒന്ന് ആമേൻ കൊടിൽ കൊണ്ട് തീക്കല്ലുകളെടുത്ത് നാവിനെ തൊട്ടു, നാവ് ശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ കണ്ട് ആർക്കും ദൈവത്തെ കാണുവാൻ ദൈവത്തെ സാധിപ്പിക്കുവാൻ കഴിയുകയില്ല. ഈ പ്രഭാതത്തിൽ അങ്ങനെ ഉച്ച സമയത്ത് ദൈവത്തെ ആരാധിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ദൈവം പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ ദൈവത്തെ ആമേൻ ആദ്യ പിതാക്കന്മാർ ആത്മാവിനും സത്യത്തിലും ആരാധിച്ചതുപോലെ ആരാധിപ്പാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കാം. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എല്ലാവർക്കും ദിവസത്തിൽ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. Yeah.
ചങ്കിലെ ചാരേ ചാരയായെന്നെ നിന്നിടത്തെ നന്മകൾ കോടായിരം നന്ദി നീ ചെയ്ത നന്മകൾ കോടായിരം നന്ദി ശക്തിയാലല്ല ബലത്താലല്ല നിന്റെ യാത്രയോ എന്നെ നടത്തിയത് ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ യാത്രയോ എന്നെ നടത്തിയത് കൃപയാ Oh, hallelujah.
നന്ദി യേശുവേ. ഹല്ലേലൂയ. അവിടുന്ന് നൽകിയ നല്ല ദാനങ്ങളല്ലാതെ ഒന്നുമില്ല. ഹല്ലേലൂയ. ആ പാട്ട് ആമേൻ കൃത്യമായി പാടുവാൻ ഹല്ലേലൂയ ആമേൻ കുഞ്ഞുങ്ങൾക്ക് ആമേൻ അതെ അതിന്റെ പോയി ആ പാട്ട് കയ്യിലില്ലാത്തത് കൊണ്ട് നോക്കി പാടുവാൻ കഴിഞ്ഞില്ല എങ്കിലും അതിന്റെ ആ താളത്തോടൊപ്പം ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയ ദൈവം നമ്മെ സഹായിച്ച ബലപ്പെടുത്തിയ ദൈവകൃപയ്ക്കായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ നമുക്കായി കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. Amen. Hallelujah. Thank you, Jesus. Lord Jesus. Hallelujah. Amen. ചേർന്നുപാടി ശക്തിയോടെ കരങ്ങളടിച്ചു. എനിക്കായി കരുതുന്നവൻ, വാഴുകൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, പാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതുന്നു. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. Glory. കരങ്ങളെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമൊന്നുമില്ല. ഹല്ലേലൂയ. ഭാരങ്ങളുടെയും വേദനകളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ നമുക്ക് അനുകൂലമായി വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആമേൻ. ഇന്ന് പകൽ ആമേൻ പാടി ആരാധിക്കുവാൻ ആമേൻ ആഗ്രഹമുണ്ടെങ്കിലും ഹല്ലേലൂയ ആമേൻ 100-ാം സങ്കീർത്തനം ചേർന്ന് വായിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. 100-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമൊന്നുമില്ല. ഹല്ലേലൂയ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ നമുക്കെതിരായും. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ മുമ്പിൽ ഉയരുന്ന പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. ഹല്ലേലൂയ. കാരണം ഉയരത്തിൽ അഭിഷേകമാണ്, ഉയരത്തിലെ ശക്തിയാ ദൈവമക്കളുടെ അകത്ത് പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഫേക്ക് ഐഡിയയിലൂടെ ആര് കയറി വന്ന് ആമേൻ അതെ പ്രതികരിക്കാൻ നോക്കിയാൽ ആമേൻ ഡാറ്റ തീരുന്നതല്ലാതെ, ഹല്ലേലൂയ, ജീവിതത്തിൽ നിരാശ വർദ്ധിക്കുന്നതല്ലാതെ ദൈവമക്കൾക്ക് യാതൊന്നും സംഭവിക്കത്തില്ല. എവിടെ ശത്രു പ്രബലപ്പെട്ടിട്ടുണ്ടോ അവിടെ ദൈവസഭ വളർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദുഷ്ടപിശാചിന്റെ പദ്ധതി എവിടെ പ്രബലപ്പെട്ടിട്ടുണ്ടോ അവന്റെ തലയെ ചവിട്ടി അവന്മേൽ നിന്ന് ജയമെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ അത്യുൽ ആമേൻ നോനി ആമേൻ. ഹല്ലേലൂയ. സഹോദര ആമേൻ. ദൈവം താങ്കളോട് ക്ഷമിക്കട്ടെ. താങ്കളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്കളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം ആരാധനയിൽ കടന്നു വന്ന് എത്രമാത്രം പ്രബലപ്പെട്ടാലും സാത്താന്റെ തലയെ ചവിട്ടുവാൻ അധികാരം നൽകിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയം കൈവരിച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ ക്രൂശിക്ക എന്ന് പറഞ്ഞ കർത്താവിനെ കല്ലറയ്ക്കകത്തൊതുക്കാൻ നോക്കിയവരുടെ നെഞ്ചത്ത് ചവിട്ടി ഉയർത്തെഴുന്നേറ്റവനാ സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. ദൈവപുത്രനായ ക്രിസ്തു
ഉയർത്തും എന്ന് ആമേൻ ലോകം മുഴുവൻ വിശ്വസിക്കുമ്പോൾ താങ്കളെപ്പോലുള്ളവര് അവിടെ ഇവിടെ ഇരുന്ന് ആമേൻ എന്തെങ്കിലുമൊക്കെ ആമേൻ ചെയ്തതുകൊണ്ട് ആമേൻ അവസാനിക്കുന്നതല്ല ദൈവസഭയുടെ പ്രവർത്തനം. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരുവാൻ സമയമാകുന്നതായി. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് വരുന്നത് വരെയും ഈ ഭൂമിയിൽ പിതാക്കന്മാർ ആത്മാവിന്റെ സത്യത്തിലും ആരാധിച്ചതുപോലെ ആരാധിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളിൽ ഹല്ലേലൂയ ആരാധിക്കുക തന്നെ ചെയ്യും എന്ന് പറയാം. നമുക്ക് ചേർത്ത് വായിക്കാം 100-ാം സങ്കീർത്തനം അതിന്റെ 4-5 വാക്യം നമുക്ക് ഒരുമിച്ച് ചേർത്ത് വായിക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്ന് അറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആളുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടുകൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കും. Hallelujah. Praise the Lord. Thank you, Jesus. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധനായ ദൈവമേ, സ്തുതി പിതാവേ, അനുഗ്രഹമായ നല്ല സമയത്തിനാണ് നമ്മൾ ജീവിതത്തിൽ 100-ാം സങ്കീർത്തനം വളരെ അനുജമായി തീരുക. കർത്താവെ ആക്രമണമല്ല താളങ്ങളും മർമ്മങ്ങളും വെളിപ്പെടുത്തണമേ. കർത്താവെ കൃത്യമായി സംസാരിക്കണമേ. കർത്താവേ ഹല്ലേലൂയ. അവിശ്വാസികളായിട്ടുള്ളവരോട് കർത്താവിന് വാഗ്ദാനത്തോട് ഹൃദയമായി ഇടപെടണമേ. കർത്താവ് രക്ഷിക്കപ്പെടും. കർത്താവിനെ വിളിച്ചിപ്പം കർത്താവിനെ അറിയാം. കർത്താവ് ഇവരുടെ ആക്രമണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ അല്ലെങ്കിൽ സങ്കീർത്തനം വളരെയധികം മറ്റേ ഞാൻ പുരാഴ്ചക്കാരൻ ജീപ്പൻ ആവശ്യമായ ചെയ്യണം. ഞങ്ങളോട് ആക്രമണം മനസ്സിലാക്കാത്തോടെ ആവശ്യബോധമായപ്പോൾ കർത്താവ് കൃപയും പ്രാർത്ഥനായി സ്തോത്രം തന്നെ. ഹല്ലേലൂയ. ഇന്ന് പകൽ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പാലക്കാടിന്റെ മണ്ണിൽ ആയിരിക്കുന്ന ഞങ്ങൾക്ക് ഈ മീഡിയയിലൂടെ ലോകത്തിന്റെ ഏതാണ്ട് 10 രാജ്യങ്ങളോളം ആയിരിക്കുന്ന ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ അതിൽ ഭാഗത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതിനിടയിൽ ആമേൻ ഫേക്ക് ഐഡിയ ഉണ്ടാക്കി വന്ന് ആമേൻ അതെ ശബ്ദമുയർത്തുന്നവരെ മൈൻഡ് ചെയ്യാൻ സമയമില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം കേൾക്കാൻ കൊതിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ഹല്ലേലൂയ ആളുകളുണ്ട്. ഹല്ലേലൂയ. അവരെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഹല്ലേലൂയ ആമേൻ അവരോടുള്ള ബന്ധത്തിൽ ആമേൻ കൂട്ടായ്മ ആചരിക്കുവാനും ഒക്കെയാണ് ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് ആ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആ മനോഹരിത്വം കാണാൻ അനുഭവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാറ്. ലോകരാജ്യങ്ങളിൽ മുഴുവൻ കണ്ണുനീരും ദുഃഖവും പ്രയാസവും പേറി കഴിയുമ്പോൾ നമ്മുടെ കേരളം ആമേൻ പുതിയ ഒരു ഇലക്ഷനിലൂടെ പുതിയൊരു ഭരണസാരഥിയെ കണ്ടെത്തുവാൻ അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സമാധാനപരമായ സന്തോഷപരമായ ഒരു ഭരണം ആമേൻ കാഴ്ചവെക്കുന്ന ഒരു ഭരണസാരഥിയെ രംഗത്ത് കൊണ്ടുവരുവാൻ അനേകർ പണിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രാജാതിരാജാവും കർത്താതി കർത്താവും ദേവാദിദേവനുമായിരിക്കുന്ന സകല മഹത്വത്തിനും സകല പൂഴ്ചയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവിനെ ആരാധിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ വിശ്വാസത്തിന്റെ ആയുധം പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ആമേൻ നല്ലൊരു ഭരണം ആമേൻ കാഴ്ചവെക്കുവാൻ നമ്മുടെ കർത്താവ് വരുവാൻ സമയമാഗതമായിരിക്കുകയാണ്. പ്രത്യാശയുള്ള ദൈവമക്കളെ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാതെ ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ എത്ര നേരം തച്ചിനിരുന്ന് കമന്റ് ഇട്ടാലും സഹോദര ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ആമേൻ താങ്കൾ ആമേൻ എത്ര കണ്ട് പ്രബലപ്പെട്ടാലും ആമേൻ താങ്കളുടെ മേൽ ഹല്ലേലൂയ ചവിട്ടി നിൽക്കുവാനുള്ള അധികാരം സ്വർഗം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്.
പറയുന്നത്. ഹല്ലേലൂയ. ലോകം മുഴുവൻ ഹല്ലേലൂയ കൊറോണ നിമിത്തം സമ്പർക്കം പോലും പാടില്ലാത്ത നിലയിൽ അനേകർ ഒതുങ്ങി കഴിയുമ്പോൾ സ്നേഹിത, ഇനിയെങ്കിലും ദൈവം ആരെന്നറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുക. താങ്കളെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് 2021 വർഷങ്ങൾക്കപ്പുറം ലോകരക്ഷകനായി ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്. ഹല്ലേലൂയ. ആ ക്രിസ്തു ഞങ്ങളെ രക്തം കൊണ്ട് വീണ്ടെടുത്തു. ഹല്ലേലൂയ. ദൈവ മക്കളെന്ന പദവി നൽകി. ഹല്ലേലൂയ. അത് നിത്യജീവൻ അവകാശിയാക്കി. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന ആ നല്ല അവസരത്തിൽ താങ്കൾ അതിനകത്ത് അകപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവ് ഒരുക്കിയ രക്ഷയുടെ പദ്ധതി അറിഞ്ഞ് ജീവിക്കുവാൻ തയ്യാറാകും സഹോദര. ഹല്ലേലൂയ. സമൂഹത്തിന് ദ്രോഹമാകാതെ, തലവേദനയാകാതെ, കൂടപ്പുറപ്പിന് ജനിപ്പിക്കുവാൻ കാരണമായ മാതാപിതാക്കളെ അപമാനിക്കത്തക്ക വിധത്തിൽ അപമാന വിഷയമാകാതെ ദൈവസന്നിധിയിൽ നേരോടെ ജീവിക്കുവാൻ അതേ തയ്യാറാകും സ്നേഹിത. എന്ന് പകൽക്കാലം ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് ചൊല്ലിയ പ്രാർത്ഥന ഇങ്ങനെയാ: ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. താങ്കൾ ചെയ്യുന്നത് താങ്കളുടെ മേൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മാവിന്റെ ശക്തിയാലാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സുബോധമുള്ളവനായി മാറുവാൻ ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ വായിച്ച സങ്കീർത്തനത്തിന്റെ 2ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുകയും വ്യക്തിപരമായും കൂട്ടായ്മകളിലുമുള്ള പാട്ടുകൾ പ്രാഥമികമായും യഹോവയോട് അല്ലെങ്കിൽ നമ്മുടെ കർത്താവിനോട് അത് ഉള്ളതായിരിക്കണമെന്ന് അതിന്റെ 1ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് അർപ്പിടുവിൻ. ഹല്ലേലൂയ. യഹോവ തന്നെ ദൈവം എന്ന് അറിയുവിൻ. ഹല്ലേലൂയ. മാനവരാശിക്ക് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. അത് ഞാൻ ഇന്ന് പകൽ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. റോമൻ ഇമ്പീരിയൽ മുദ്രയെ ഭേദിച്ചുകൊണ്ട് ഉയർപ്പിന്റെ പൊൻപുലരിയിൽ കർത്താവായ യേശു ക്രിസ്തു പുറത്തു വന്നത് ലോകത്തിലെ നേതാക്കന്മാരുടെ പടയാളികളുടെ ശക്തി കൊണ്ടല്ല, അതിനകത്ത് സൃഷ്ടിച്ച സിത്താവാം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കൂട്ടാൻ നോക്കിയാൽ ഒക്കത്തില്ലെന്നേ. കാരണം പിതാവിന്റെ ഇംഗിതത്തിനനുസരിച്ച് ഇറങ്ങി വന്നവനാ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ലെന്നേ. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ഉയരുന്ന ഒരു ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയത്തില്ലെന്നേ. എത്ര തന്നെ സംഘടിച്ച് പ്രബലപ്പെട്ട ശക്തി അത് 7 ഇരട്ടി വർദ്ധിപ്പിച്ചാലും അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന തീയുടെ ബലത്തെ കെടുത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താണ്. ആനന്ദത്തോടും അവന്റെ സാന്നിധ്യത്തെ കുറിച്ച് ശ്രദ്ധാപൂർവമായ അവബോധത്തോടും കൂടെ ആയിരിക്കണം നാം പാടുന്നത്. അവൻ നമ്മെ ഹല്ലേലൂയ ഉണ്ടാക്കിയെന്നും രക്ഷിച്ചുവെന്നും നാം ഇപ്പോൾ അവന്റെ ജനമാണെന്നും ഹല്ലേലൂയ അവൻ നമ്മുടെ ഇടയനാണെന്നും നാം ഓർക്കണം. ഹല്ലേലൂയ. അതിന്റെ 3ാം വാക്യം ഇങ്ങനെയാ കാണുന്നത്: യഹോവ തന്നെ ദൈവമെന്ന് അറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവനാകുന്നു, അവന്റെ ജനവും അവൻ നയിക്കുന്ന ആടുകളും തന്നെ. ഹല്ലേലൂയ. നമ്മെ മേയ്ക്കുന്ന ഒരു നല്ല ഇടയനുണ്ട്. ഹല്ലേലൂയ. തള്ളയാടിനെ പതുക്കെ നടത്തിക്കൊണ്ട് കുഞ്ഞാടുകളെ തോടിയെടുത്തുകൊണ്ട് ഹല്ലേലൂയ ആവശ്യ നേരത്ത് ഇറങ്ങി വന്ന് അവയെ മാർവോട് ചേർത്ത് നിർത്തി നമ്മെ തലോടി നമ്മെ നടത്തുന്ന ആ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനായി ക്രിസ്തു പറഞ്ഞു: ഞാൻ നല്ല ഇടയൻ ആകുന്നു. ഹല്ലേലൂയ. നല്ല ഇടയനാകുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇന്ന് പകലും അനുഭവിക്കുന്ന ദൈവമക്കൾ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കാതെ. ഹല്ലേലൂയ. അവന്റെ സ്നേഹത്തെയും അവിശ്വസ്തതയെയും എന്നേക്കും എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. അവന്റെ സ്നേഹത്തെയും അവിശ്വസ്തതയും എന്നേക്കും നിലനിൽക്കുന്ന സത്യത്തെ കുറിച്ചും നാം എന്ത് ചെയ്യണം? പാടണം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം
5-ാം 19-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ. നാം വായിച്ച സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തോട് ചേർന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാ. ഹല്ലേലൂയ. ആമേൻ. എന്താണ് അതിന്റെ 5-ാം വാക്യം കാണുന്നത്? യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. അവന്റെ വിശ്വസ്തത തലമുറയായി ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, ആമേൻ. പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ലോകരക്ഷകനായ യേശു ക്രിസ്തു ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റെന്ന് ലോകം അംഗീകരിക്കുന്ന ആമേൻ ഒരു സുദിനം. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിൽ ആമേൻ ദൈവമില്ല എന്ന് പറഞ്ഞവർ പോലും ആമേൻ ഡയറിയിൽ കുറിക്കുന്ന ഡേറ്റ് ആമേൻ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ഈ ഭൂമിയിൽ ആമേൻ ജനിച്ചു എന്നുള്ളത് ഹല്ലേലൂയ സാക്ഷി നിർത്തിയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ ആമേൻ ഫേസ് ബുക്കില് ആമേൻ ഫേക്ക് ഐഡിയ ഉണ്ടാക്കി കമന്റ് ഇടുന്നവരെ മൈൻഡ് ചെയ്യാതെ ആമേൻ 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ കടന്നു വരാമെന്ന് വാക്കു പറഞ്ഞ നല്ല കർത്താവ് നമ്മുടെ നടുവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഒരു പാട്ടിന്റെ ഒരു ലൈൻ പാടിയിട്ട് ആമേൻ ദൈവോധന ശുശ്രൂഷയ്ക്കായ സമയങ്ങളെ വേർതിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. Praise the Lord. അവൻ വല്ലവൻ അവൻ ദയയോ എന്നുള്ളത് അവൻ വല്ലവൻ അവൻ ദയയോ എന്നുള്ളത് പാടി ആ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താത്ത നല്ലവനായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം എന്ന് പറയാൻ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നാടും. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽ ആമേൻ. ഹൃദയം കുറിഞ്ഞവർക്ക് യഹോവ സമീപത്ത് മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവം ഹല്ലേലൂയ നമ്മുടെ നടുവിലുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. നമ്മുടെ ദൈവം എത്ര നല്ലവനാ, നമ്മുടെ ദൈവം എത്ര വല്ലവനാ പറഞ്ഞ തീരാത്ത ദാനങ്ങളെ കൊണ്ട് ഓരോ നിമിഷവും അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, അവൻ നമ്മെ സഹായിക്കുന്ന ദൈവമാണ്.
അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽ നിശ്ചയമായും ആമേൻ ഹൃദയങ്ങൾ അറിയുന്ന ദൈവം, ഹല്ലേലൂയ, മുറിവുകളെ കെട്ടുന്ന ദൈവം, ഹല്ലേലൂയ, കൃത്യമായി നമ്മോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുവാൻ തക്കവണ്ണമിടയായി തീരുമല്ലോ. ആമേൻ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കൂട്ടായ്മയിൽ ആയിരിക്കുന്ന എല്ലാവരെയും സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതേ, കർത്താവ് നല്ലവനാണ്. ഹല്ലേലൂയ. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവ് നല്ലവനാണ്? ഹല്ലേലൂയ. അവൻ വല്ലവനാണ്. ഹല്ലേലൂയ. അവനൊരിക്കലും ആമേൻ ആമേൻ അത് കൈവിടുന്ന ദൈവമല്ല. അവനൊരിക്കലും നമ്മളെ അനാഥനായി വിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ ഹല്ലേലൂയ 5-ാം വാക്യം ഒന്ന് വായിക്കാം. സങ്കീർത്തനം ഹല്ലേലൂയ ആമേൻ 100-ലെ ആമേൻ അതെ 5-ാം വാക്യം. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഒക്കെ വായിക്കാം. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, നല്ലവനായ വല്ലവനായി വെളിപ്പെടുന്ന ഒരു നല്ല കർത്താവിന്റെ ഭാഗരീയ സാന്നിധ്യം ഇന്ന് പകൽ ഇരിക്കുന്ന ഭവനങ്ങളിൽ, ആയിരിക്കുന്ന വാഹനങ്ങളിൽ, ജോലി മേഖലകളിലാകട്ടെ, കത്തറിക്കകത്താകട്ടെ, ഹോസ്പിറ്റലിലാകട്ടെ, ഏത് പ്രതികൂലത്തിന്റെ നടുവിലുമാകട്ടെ, അവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നവർ ആ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. ആമേൻ. യഹോവയെ സ്തുതിപ്പി. ആമേൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്തി. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ. നല്ലവനായ കർത്താവിന്റെ സന്നിധിയിൽ മൗനമായി ഇരിക്കാൻ ദൈവം തന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നിന്നുകൊണ്ട് നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ: യഹോവ നല്ലവൻ കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു. ഹല്ലേലൂയ. അത് യഹോവ നല്ലവനാണ്, മാത്രമല്ല അവൻ കഷ്ട ദിവസത്തിൽ ശരണവും ആകുന്നു. ഹല്ലേലൂയ. അവൻ കഷ്ടതയിലൂടെ, കണ്ണുനീരിലൂടെ, പ്രതികൂലത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ അവൻ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ യഹോവ നല്ലവനെന്ന് വെളിപ്പെടുത്തിയ ഒരേ ഒരുവനേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായും ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആമേൻ ദൈവത്തെ കണ്ടുമുട്ടുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ. ആ ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു. ഹല്ലേലൂയ. അത് തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ രാജാതിരാജാവും ദേവാതിദേവനും ആമേൻ സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ അനുഗമിക്കുന്ന, കർത്താവിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. കണ്ണുണ്ടായിട്ട് കാണാത്ത, ഹല്ലേലൂയ, ആമേൻ കാലുണ്ടായിട്ട് നടക്കാത്ത, കൈയുണ്ടായിട്ട് ആമേൻ സ്പർശിക്കാത്ത, ഹല്ലേലൂയ, ആമേൻ മൂക്കുണ്ടായിട്ട് ശ്വസിക്കാത്ത, ആമേൻ വായുണ്ടായിട്ട് സംസാരിക്കാത്ത ഒരു ആമേൻ അനുഭവത്തെ അല്ല ആമേൻ നാം ആരാധിക്കുന്നത്. മരണത്തെ പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന ആ വീണ്ടും വരാമെന്ന് പറഞ്ഞ, നമുക്ക് വേണ്ടി ഭവനം ഒരുക്കിയിട്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞ നല്ല കർത്താവിനെ അത്രയേ ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുന്നത്. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ നമ്മുടെ ദൈവത്തെ പോലെ ആമേൻ വേറൊരു ദൈവവുമില്ല. ഹല്ലേലൂയ. ആ ദൈവത്തെ കുറിച്ച് നഹൂം പ്രവാചകൻ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന് അവൻ ഉറപ്പും ധൈര്യവും ഉളവാകുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ ആത്മാവിൻ നിയോഗം പ്രാപിച്ചെഴുതിയ വചനമാണ്. യഹോവ നല്ലവനാണ്, കഷ്ട ദിവസത്തിൽ അവൻ ശരണവുമാകുന്നു. അവൻ കഷ്ടതയ്ക്കകത്തൂടെ, വേദനയ്ക്കകത്തൂടെ, മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ദൈവവൈകലെ, നിന്റെ കഷ്ടത കണ്ട് ജനം മാറി നിൽക്കുമ്പോ, കഷ്ടത കണ്ട് ആളുകൾ മാറി നിൽക്കുമ്പോ, കൂടെ നിൽക്കുന്നവർ മാറിപ്പോകുമ്പോ, അത് കണ്ണിൽ നിന്ന് നടിച്ച് അകന്നു പോകുമ്പോ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന നല്ല കർത്താവ് ഇങ്ങനെ പറഞ്ഞു: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. എത്ര കഷ്ടത വർദ്ധിച്ചാലും, എത്ര പ്രതികൂലങ്ങൾ വർദ്ധിച്ചാലും, അതിന്റെ നടുവിലും കരം പിടിച്ച് ഉയർത്തുവാൻ മാനിപ്പാൻ ശക്തരായ ഒരുവനേ ഉള്ളൂ. അത് ലോകത്തിൽ ആമേൻ നമുക്കായി പിതാവായ ദൈവം അയച്ച കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ ആ കരം ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താൽ
ഹല്ലേലൂയ. തങ്കൽ ആശ്രയിക്കുന്നവരെയാണ് അവൻ അറിയുന്നത്. ആമേൻ. മദ്യത്തിനും മയക്കുമരുന്നിനും ദുഷ്ടനും പാപിക്കും പരിഹാസിക്കും ആമേൻ അവസരം കൊടുത്തിട്ട് അവനിൽ ഒരാളായി ഒതുങ്ങി കഴിയുന്ന താങ്കളെ പോലുള്ള ആമേൻ അത് ഫേസ് അടിയിലൂടെ വരുന്നവന് കർത്താവിനെ അറിയത്തില്ല, കർത്താവ് അവനെ അറിയുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. പാപത്തെ വെറുത്ത് ആമേൻ പാപിയെ സ്നേഹിക്കുന്ന ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനും ദൈവമഹത്വം ആമേൻ ആകെ കാണുവാനും കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് നല്ലവൻ, കഷ്ടകാലത്ത് അവൻ ശക്തനാകുന്നു. ഹല്ലേലൂയ. അത് തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഹല്ലേലൂയ. സ്നേഹിത, ഇന്ന് പകൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന, വേദനയിലൂടെ കടന്നു പോകുന്ന, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന താങ്കളെ അറിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഹല്ലേലൂയ. യഹോവ നല്ലവൻ. ആമേൻ. അതേ സംഗീതത്തിലും 25:7-8 വാക്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എന്റെ കാര്യത്തെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. ഹല്ലേലൂയ. ബാല്യകാലത്ത് ആമേൻ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ആ പരിണത ഫലം ഹല്ലേലൂയ ആമേൻ ഓർക്കരുതേ എന്ന്. ഹല്ലേലൂയ. എന്റെ ലംഘനങ്ങളെ ഓർക്കരുതെന്ന്. അത് യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. ഈ ചോര തിളയ്ക്കുന്ന പ്രായത്തിൽ അപ്പനെയും അമ്മയും വെറുപ്പിച്ച് ഹല്ലേലൂയ സമൂഹത്തിന് ദ്രോഹമായി ജീവിക്കുന്ന അനേക യൗവനക്കാര്, അനേക ചെറുപ്പക്കാര് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ആമേൻ ജീവിച്ചു കൊതി തീരുന്നതിന് മുമ്പ് നാട്ടാർക്ക് തലവേദനയായി, ജനിപ്പിക്കുവാൻ കാരണമായ മാതാപിതാക്കൾക്ക് തലവേദനയായി, കൂടെ പറഞ്ഞ സഹോദരങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കുവാൻ കഴിയാത്ത വിധത്തിൽ പേരുദോഷമുണ്ടാക്കുന്ന ആമേൻ അധപ്പതിച്ച തലമുറ ആമേൻ പ്രബലപ്പെടുവാൻ ദുഷ്ടപിശാച അധർമ്മം ആമേൻ പ്രവർത്തിച്ച് ഹല്ലേലൂയ അമ്മയാരെന്നോ അപ്പനാരെന്നോ സഹോദരിയാരെന്നോ കൂടപ്പറപ്പ് ആരെന്നോ തിരിച്ചറിയാതെ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും ആമേൻ അതെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കും അടിമയായി യൗവനക്കാർ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം പറയുന്നു, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിപ്പിൻ. ഹല്ലേലൂയ. എന്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ ആമേൻ. അതെ എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. ഹല്ലേലൂയ. ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ പാപ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഹല്ലേലൂയ ഒരു ദൈവ പൈതലാക്കി മാറ്റുവാനത്രേ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചത്. ഹല്ലേലൂയ. ആമേൻ. എന്റെ ബാല്യകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ ഒരുപാട് ബാലിശ്യങ്ങളായ ആമേൻ അതെ ജഡത്തിൻ്റെതാകുന്ന സ്വഭാവങ്ങൾ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ചിന്താഗതിയിലേക്ക് എന്നെ തള്ളിവിട്ട് എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ തലമുറക്ക് ആമേൻ അത് കൂടപ്പുറപ്പിന് ആമേൻ എന്റെ സഹോദരങ്ങൾക്ക് ഞാൻ ആമേൻ തലവേദനയായി മാറത്തക്ക വിധത്തിൽ ദുഷ്ടപിശാച് ആമേൻ പ്രബലപ്പെട്ട സമയങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ എന്റെ മാതാപിതാക്കളുടെ, എന്റെ സഹോദരങ്ങളുടെ, എന്റെ കൂടപ്പുറപ്പിന്റെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം ആമേൻ എന്നെ ഒരു നല്ല വ്യക്തിത്വത്തിൽ ഉടമയാക്കി ഇന്ന് ആമേൻ ഞാനായി ആമേൻ ജീവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ഒരു നല്ല സ്വഭാവത്തിൽ ഉടമയാക്കി എന്നെ മാറ്റിയത് ലോകത്തിന്റെ ഇഷ്ടങ്ങളല്ല. ഹല്ലേലൂയ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനമാണ്. ഹല്ലേലൂയ. അവൻ യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ഹല്ലേലൂയ. പാപം ചെയ്ത് നിത്യ നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മാനവരാശിക്ക് നേരായ വഴി കാണിക്കാൻ ഈ ലോകത്തിൽ വന്ന ഒരുവനെയുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. സ്നേഹിത, ആമേൻ അതെ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. ആമേൻ. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക്
സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവനല്ലോ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ആമേൻ. യഹോവ എല്ലാവർക്കും നല്ലവനാണ്. തന്റെ സകല പ്രവൃത്തികളോടും അവൻ കരുണ തോന്നുന്നു. ഹല്ലേലൂയ. അവൻ എന്നോട് നന്മയെ കുറിച്ച് ചോദിക്കുന്നത് എന്ത്? ഹല്ലേലൂയ. നല്ലവൻ ഒരുത്തനല്ലേ ഉള്ളൂ. ഹല്ലേലൂയ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. മത്തായി സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്നോട് നന്മയെ കുറിച്ച് ചോദിക്കുന്നത് എന്ത്? ഹല്ലേലൂയ. ഒരുത്തനേ ഉള്ളൂ, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം അത് കോപിക്കുകയും പ്രതികാരം ചെയ്യുകയും, ഹല്ലേലൂയ, അത് തന്റെ കോപത്തെ തീ പോലെ പകരുകയും ചെയ്യുന്നതിനാൽ ആമേൻ ദൈവം എങ്ങനെ നല്ലവനാകും? ഹല്ലേലൂയ. ആമേൻ. അനവധി നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ വായടപ്പിക്കുവാൻ നോക്കിയവരുടെ മുമ്പിൽ യേശു ദൈവപുത്രനാണെന്ന് തെളിയിച്ച്, ഹല്ലേലൂയ, കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരുത്തി, ആമേൻ, അത് ചരിത്ര പുരുഷനായി, ഹല്ലേലൂയ, ലോകത്ത് ആമേൻ അത് ഉയർത്തെഴുന്നേറ്റ ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം എങ്ങനെ നല്ലവനാകും? ദൈവം കോപിക്കുകയും പ്രതികാരം ചെയ്യുകയും തന്റെ കോപത്തെ തീ പോലെ പകരുകയും ചെയ്യുന്നതിനാൽ ദൈവം എങ്ങനെ നല്ലവനാകും? ഹല്ലേലൂയ. ദൈവം നല്ലവനായതുകൊണ്ടാണ് അപ്രകാരം ചെയ്യുന്നത്. ഹല്ലേലൂയ. നീതിമാനും നല്ലവനുമായിരിക്കുന്നതിനാൽ, ഹല്ലേലൂയ, ഭൂമിയെയും തന്റെ രാജ്യത്തെയും, ഹല്ലേലൂയ, ജനങ്ങളെയും, ആമേൻ, സൃഷ്ടികളെയും, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, നശിപ്പിച്ചാൽ ഭൂമിയെയും തന്റെ രാജ്യത്തെയും ജനങ്ങളെയും, ആമേൻ, സൃഷ്ടികളെയും നശിപ്പിച്ചാൽ ദൈവം ശക്തമായി എന്തെയും പ്രതിരോധിക്കും. ഹല്ലേലൂയ. ആമേൻ. നീതിമാൻ നല്ലവനുമായിരിക്കുന്നതിനാൽ ഭൂമിയെയും തന്റെ, ആമേൻ, രാജ്യത്തെയും ജനങ്ങളെയും സൃഷ്ടികളെയും നശിപ്പിച്ചാൽ ദൈവം ശക്തമായി എന്തെയും പ്രതിരോധിക്കും. ദുഷ്പ്രവർത്തിക്കാരെ ദൈവം ശിക്ഷിക്കും. ഹല്ലേലൂയ. സ്നേഹിത, ആമേൻ, ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച ശിഷ്യന്മാരെ വീട് വീടാന്തരം കയറിയിറങ്ങി കൊന്നു മുടിച്ച ഒരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ദൈവം ശൗലിനെ പൗലോസാക്കി മാറ്റി. ആമേൻ. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു, ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. ഹല്ലേലൂയ. എന്നാൽ എല്ലാവരോടും ദൈവം ആ വിധത്തിൽ ആമേൻ ഇടപെട്ടതായി കാണുന്നില്ല. സംഖ്യാപുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത കാലത്ത് അഹരോന്റെയും മോശയുടെയും വംശപാരമ്പര്യമാവിത്. അഹരോന്റെ പുത്രന്മാരുടെ പേര് ഇവ: ആദിദാദൻ, ആമേൻ, നാദാബ്, അബീഹു, എലയാസർ, ഇത്തമാർ. ഹല്ലേലൂയ. പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവരായി അഭിഷേകം ലഭിച്ച പുരോഹിതന്മാരായ അഹരോന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ തന്നെ. എക്കാലത്തും ദൈവത്തിന്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ ചെയ്യുവാൻ ദൈവത്താൽ നിയോഗം പ്രാപിച്ച വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിനെ തടയാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരു സംഘടനയ്ക്കോ ആമേൻ കഴിയത്തില്ല. ആമേൻ. ഒരു പാതാള ഗോപുരങ്ങൾക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അത് തന്റെ നന്മ കൊണ്ട്, ആമേൻ, ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ആമേൻ തന്റെ നന്മ കൊണ്ടാണ്, ഹല്ലേലൂയ, തന്റെ മക്കളെ എന്ത് ചെയ്യുന്നത്? സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദുഷ്ടതയെ വെറുക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവം പാപത്തെ വെറുക്കുന്നു. ഹല്ലേലൂയ. പാപത്തെ ശിക്ഷിക്കാതെ വിടുകയില്ല. ആമേൻ. പാപം ചെയ്യുന്നവരോട് ദൈവം കോപിക്കും. ഹല്ലേലൂയ. ആമേൻ. ഏദനിൽ, ആമേൻ, ആദമും ഹവ്വയും ഈ ജീവിക്കുന്ന സമയത്ത് അവർ പാപം ചെയ്തപ്പോൾ ദൈവം അവർക്ക്, ആമേൻ, എതിരെ, ആമേൻ, കോപം, ആമേൻ, അതെ, ആമേൻ, ചെയ്യുന്നതായി, കോപം ഉളവായി അവരെ ഏദനിൽ നിന്ന് പുറത്താക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പുരാതനായ ദൈവം, ഹല്ലേലൂയ, പുരാതനായ ദൈവം, ആമേൻ, നിന്റെ സങ്കേതം, ഹല്ലേലൂയ, അതെ, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞു, സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സാത്താനെ, ആമേൻ, എന്നേക്കും, ആമേൻ, ആ തീപ്പൊയ്കയിൽ തള്ളിയിട്ട് നശിപ്പിക്കുന്ന ഒരു നാഴിക വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ കൂടെ, ആമേൻ, അതെ,
ദൈവത്തിന്റെ കോപം ആമേൻ ഏറ്റുവാങ്ങി ആ നിത്യ നരകത്തിൽ വീഴാതിരിക്കുവാൻ ആമേൻ കരുണാമയനായിരിക്കുന്ന കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ സഹോദര തയ്യാറാകുക. ഹല്ലേലൂയ. ആമേൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ എന്ത് ചെയ്യണം? ചുംബിപ്പി. ഹല്ലേലൂയ. ആമേൻ. എത്രയോ പേര അകാലത്തിൽ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്, എത്രയോ പേര തകർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ സുരക്ഷിതമായിരിക്കാൻ തക്കവണ്ണം കൃപ ലഭിച്ചവരാ ദൈവമക്കൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ മാതാവേ, പിതാവേ, കൂടപ്പുറത്തെ ഹല്ലേലൂയ, ശത്രു എത്ര പ്രബലപ്പെട്ടാലും ഹല്ലേലൂയ അവനുമായിട്ടുള്ള ആമേൻ നമുക്ക് സമയം ചെലവഴിക്കാനുള്ളത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അവൻ എത്ര പ്രബലപ്പെട്ടാലും ആമേൻ ഒടുവിൽ കർത്താവിനും അവൻ അമിതബലത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് ആമേൻ പിശാചിനെ പിടിച്ചുകെട്ടി അവന്റെ കോപ്പ് കവർന്നെടുക്കുവാൻ അധികാരം കൈമാറിയിരിക്കുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് പതുക്കം കൊടുത്താൽ പാമ്പുകളെയും തെള്ളുകളെയും ശത്രുവിന്റെ സകലതലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ നാമത്തിൽ ആയിരിക്കുന്ന ദൈവമക്കൾക്കെതിരെ ആര് ശബ്ദം ഉയർത്തിയാലും ആമേൻ ദൈവമക്കൾ അതിനെതിരെ ശബ്ദം ഉയർത്തത്തില്ല. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് കോപിച്ചിട്ട് ദൈവം കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിപ്പി. അവന്റെ കോപം ക്ഷണത്തിൽ തൊഴിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. ഈ ഭാഗ്യകരമായ ജീവിതത്തിനുടനായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ മാനിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും ആനന്ദിച്ചാലും. ഹല്ലേലൂയ. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സാത്താൻ എത്ര പ്രബലപ്പെട്ടാലും ഹല്ലേലൂയ അവന്റെ തലയെ ചവിട്ടി മെതിക്കുവാനുള്ള അധികാരം സ്വർഗത്തിലെ വലിയവനായ ദൈവമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നിന്ദിക്കുന്നവരുടെ മുമ്പാകെ, അവഗണിക്കുന്നവരുടെ മുമ്പാകെ, വിമർശിക്കുന്നവരുടെ മുമ്പാകെ നിവർന്ന് നിൽക്കുവാൻ ഹല്ലേലൂയ നമ്മെ ശക്തീകരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ കൂടെ കരമടിക്കൂടെ കർത്താവിനെ മകത്തിന് കൊടുക്കാതെ. ഹല്ലേലൂയ. എന്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. അതെ ദൈവമക്കളെ, ആമേൻ, അന്നും ഇന്നും ശത്രു പ്രബലപ്പെടുമ്പോൾ ആമേൻ ദൈവ മക്കൾ ആമേൻ നീതിയോട് ഉത്തരമരുളുന്ന സ്വർഗത്തിലെ ദൈവത്തോട് ആമേൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ ദൈവമായ യഹോവേ, നിന്നെ ശരണം പ്രാപിക്കുന്ന ഈ എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ഹല്ലേലൂയ. യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം. ആമേൻ. കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. ഹല്ലേലൂയ. ഇന്ന് പകൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ടോ? ഹല്ലേലൂയ. കഷ്ടത അനുഭവിക്കുന്നവരുണ്ടോ? അവർക്കൊരു അഭയസ്ഥാനമായി വെളിപ്പെട്ടു വരുന്ന ഒരു നല്ല കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ കൊടുക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആശ്രയിക്കുക. ഹല്ലേലൂയ. നാം ആശ്രയിക്കുന്ന പാറയാകുന്ന ദൈവം. ഹല്ലേലൂയ. എങ്കിലും അവർ കേൾക്കാതെ ഹല്ലേലൂയ ആമേൻ തങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ എന്ത് ചെയ്തു? ദുശാഠ്യം കാണിച്ചു. ആമേൻ. എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ എന്ത് ചെയ്യുന്നു? ദുശാഠ്യം കാണിക്കുന്നു. അന്നും ഇന്നും അങ്ങനെയുള്ള അനേകര് നമുക്ക് ചുറ്റുമുണ്ട്. ഹല്ലേലൂയ. നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. പരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ ആമേൻ മനുഷ്യനിൽ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സഹോദര, താങ്കളിൽ എത്രത്തോളം നീതിയുണ്ട്? ഹല്ലേലൂയ. വിമർശിക്കുകയും ആമേൻ കുറ്റം പറയുകയും മറ്റുള്ളവർക്കെതിരെ വിരൽ ചൂണ്ടുകയും ഹല്ലേലൂയ അവരന്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ താങ്കളുടെ നിത്യത എവിടെയായിരിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് താങ്കൾ മരിച്ചാൽ താങ്കളിന്റെ ഹല്ലേലൂയ ആത്മാവ് എവിടെ ആയിരിക്കും
എന്ന് അറിയുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. അത് ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിൽ വീഴാതെ, ഹല്ലേലൂയ, ആമേൻ, അതെ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ചിലർ ആമേൻ ഈ ലോകത്തിൽ ആമേൻ കുതിരകളിൽ ആശ്രയിക്കുന്നത്, രഥങ്ങളിൽ ആശ്രയിക്കുന്നത്, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ എന്ത് ചെയ്യും? കീർത്തിക്കും. ഹല്ലേലൂയ. ആമേൻ. അതിനെതിരെ ആര് ശബ്ദമുയർത്തിയാലും, ആര് പ്രബലപ്പെട്ടാലും, ഹല്ലേലൂയ, ആര് എന്ത് തന്നെ കമന്റ് എഴുതിയാലും, ഹല്ലേലൂയ, ആമേൻ, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ എന്ത് ചെയ്യും? Praise the Lord. Hallelujah. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കും. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സമുദ്രങ്ങൾ ആമേൻ ആമേൻ എത്ര തന്നെ ആമേൻ ഇരമ്പി അലറി വന്നാലും, ഹല്ലേലൂയ, അതിന്റെ കോപം കൊണ്ട്, ഹല്ലേലൂയ, എന്തെല്ലാം സംഭവിച്ചാലും, ഹല്ലേലൂയ, അതേ ദൈവമക്കൾക്ക് ആശ്വാസം നൽകുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിനെ അവരുടെ അകത്ത് ദൈവം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ഹല്ലേലൂയ. അത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. ആമേൻ. സ്വന്തം വിവേകത്തിൽ എന്ത് ചെയ്യരുത്? ഹല്ലേലൂയ. ആമേൻ. അതെ ഊന്നരുത്. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. ആമേൻ. സ്വന്തം വിവേകത്തിൽ എന്ത് ചെയ്യരുത്? ഊന്നരുത്. ഹല്ലേലൂയ. യഹോവയാം യാഗിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും എന്ത് ചെയ്യണം? ആശ്രയിക്കണം. ഹല്ലേലൂയ. കഷ്ടത വരുമ്പോൾ മാത്രമല്ല, വേദന വരുമ്പോൾ മാത്രമല്ല, പ്രതികൂലങ്ങൾ വരുമ്പോൾ മാത്രമല്ല, പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രമല്ല, ഹല്ലേലൂയ, എല്ലാ സമയത്തും എപ്പോഴും യഹോവയിൽ ആശ്രയിക്കാൻ തക്കവണ്ണം ഇടയാക്കിയാണ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ ആമേൻ നിങ്ങൾ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ചിലര് കൃമിയെ പോലെയാ, അടങ്ങിയിരിക്കത്തില്ല. ആമേൻ. എപ്പോഴെങ്കിലും ഇറങ്ങിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അവർക്ക് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടല്ലാതെ, അവർക്ക് ആരെയെങ്കിലും കരയിപ്പിച്ചിട്ടല്ലാതെ, അവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് ആമേൻ അതെ അവൻ വീഴുന്നത് കണ്ട് ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. മറ്റുള്ളവരുടെ തകർച്ച കാണാൻ, മറ്റുള്ളവരുടെ നാശം കാണാൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ അവരെ കൊണ്ട് ഒക്കത്തില്ല. ഹല്ലേലൂയ. വിമർശിക്കാനും ആരോപണങ്ങൾ നടത്താനും, ഹല്ലേലൂയ, അവരെ പോലെ വിരുദ്ധന്മാരും വേറെ ആരുമില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളവര് ആമേൻ പിശാചിന്റെ ഏജന്റുകളാണ്. ഹല്ലേലൂയ. അവർ സമൂഹത്തിന് തലവേദനയാണ്, അവർ ദ്രോഹികളാണ്. ഹല്ലേലൂയ. അവർ രാജ്യത്തിന് അപമാനമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ ആ പരിശുദ്ധനായ യഹോവയായ കർത്താവ് ഇപ്രകാരമാണ് അരുളി ചെയ്യുന്നത്. ഹല്ലേലൂയ. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്ന എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടിട്ട് നിന്റെ ദുഷ്ട സ്വഭാവത്തെ നീ ഉപേക്ഷിച്ചിട്ട്, ഹല്ലേലൂയ, നീ മറ്റുള്ളവരെ വിമർശിക്കുകയും ആമേൻ മറ്റുള്ളവന്റെ ആമേൻ കാര്യങ്ങളുടെ പുറകെ പോയി സമയം നഷ്ടപ്പെടുത്താതെ, സഹോദര, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. ഹല്ലേലൂയ. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ആമേൻ ജനിച്ച് ആമേൻ അതെ മരിച്ച് അടക്കപ്പെട്ട്, ഹല്ലേലൂയ, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷം. ഹല്ലേലൂയ. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. ആമേൻ. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ അല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. പ്രിയമുള്ളവരെ, ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ച ദൈവമക്കളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി ആമേൻ അവരുടെ സാഹചര്യങ്ങളെ ആമേൻ ഒരു വല്ലാത്ത നിലവാരത്തിലേക്ക് നയിച്ച് അവരുടെ ഹൃദയം കലക്കുന്ന ദുഷ്ടപിശാച് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുവാൻ സാധ്യതയുള്ള ലോകത്ത് ദൈവം തന്റെ മക്കളെ ആക്കി വെച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട കർത്താവ് പോയത്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഹൃദയത്തെ കലക്കുന്ന, നമ്മുടെ കുടുംബത്തെ
കുടുംബത്തെ കലക്കുന്ന, നമ്മുടേതാകുന്ന സന്തോഷത്തെ കെടുത്തുന്ന ആമേൻ പ്രതിബദ്ധതകളുടെ നടുവില് ആമേൻ ശക്തിയോടെ നിൽക്കുവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൽ വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. എന്നിലും വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. ആത്മാർത്ഥമായ ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് അവൻ അറിയുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യഹോവ തന്നെ ദൈവമെന്ന് അറിവിൽ. ഹല്ലേലൂയ. അവൻ നമ്മെ അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മെ നടത്തുന്ന നല്ല ഇടയനാണ്. ഹല്ലേലൂയ. അതേ സങ്കീർത്തനം 1:6 ഇങ്ങനെ കാണുന്നത്, യഹോവ നീതിമാന്മാരുടെ വഴി എന്ത് അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ദുഷ്ടന്മാരുടെ വഴി നാശകരമാണ്. അതുകൊണ്ട് ആമേൻ എത്ര ഫേക്ക് ഐഡിയ ഉണ്ടാക്കി, ഹല്ലേലൂയ, ആമേൻ, അതെ ദുഷ്ടർ പ്രവർത്തിച്ചാലും താങ്കളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. താങ്കളുടെ വഴി നാശകരമാണ്. ഹല്ലേലൂയ. എന്നാൽ നീതിമാന്മാരുടെ വഴി അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യഹോവ നല്ലവൻ, മഹത്വത്തിന്റെ രാജാവിന്റെ സ്വഭാവമാണ് നന്മ. ഹല്ലേലൂയ. ആമേൻ. അത് യഹോവ നല്ലവനാണ്, മഹത്വത്തിന്റെ രാജാവിന്റെ സ്വഭാവമാണ് നന്മ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 100:5 നാം വായിച്ചത് ഇങ്ങനെയാ, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത ആമേൻ തലമുറയായും ഇരിക്കുന്നു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ആമേൻ അവരിലൂടെ അടുത്ത തലമുറയിലേക്ക് കൈമാറി ഇന്ന് ഞങ്ങളിൽ എത്തിയിരിക്കുന്ന ഈ സന്തോഷം, ഈ സമാധാനം ആമേൻ ഇവിടെ ഒതുങ്ങുന്നതല്ല. ഇത് ഞങ്ങളിലൂടെ അടുത്ത തലമുറകളിലേക്ക് കൈമാറത്തക്ക വിധത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രേക്ഷിത പ്രവർത്തനത്തെ ആമേൻ ഇല്ലാതാക്കാൻ നോക്കുന്ന ആമേൻ പിശാചിന്റെ ശക്തിയെ അതിജീവിക്കുവാൻ ഉയരുന്ന ഉയരത്തിൽ അഭിഷേകത്തെ സ്വർഗ്ഗം ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസഭയ്ക്കെതിരെ അന്നും ഇന്നും പ്രബലപ്പെട്ട പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ കഴിക്കുന്ന ആധാരത്തിന്റെ ബലം കൊണ്ടല്ല, കാത്തിരുന്ന് പ്രാപിക്കുന്ന ഉയരത്തിൽ അഭിഷേകത്താൽ. ഹല്ലേലൂയ. ഞാൻ എന്റെ സഭയിൽ പണി, പാതാള ഗോപുരങ്ങളെതിരെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ആമേൻ, സാത്താൻ എത്ര പ്രബലപ്പെട്ടാലും ഹല്ലേലൂയ അവനെതിരെ ശബ്ദമുയർത്തുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറയായും ഇരിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷത്തിനും സ്തോത്രത്തിനും ഹല്ലേലൂയ ഒരു കാരണം കൂടിയുണ്ട്. ആമേൻ. ഏകസത്യ ദൈവമായ യഹോവ നല്ലവനും അതേ കൃപാനിധിയും അതേ വിശ്വസ്തനും എന്നും എന്നേക്കും മാറാത്തവനുമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. സാഹചര്യങ്ങൾ മാറിപ്പോകും, ആകാശം മാറും, എന്നാൽ മാറാത്ത ഒരു നല്ല ഹല്ലേലൂയ ആമേൻ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവം നല്ലവനാണെന്ന് അറിയുന്നത് അവനെ സ്തുതിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ, അതെ ഞാൻ ആരാണെന്ന് അറിയാതെ കണ്ട് ഫേസ്ബുക്ക് ആമേൻ ഐഡി ഉണ്ടാക്കി കയറി വരുന്ന സഹോദര, ആമേൻ, താങ്കളുടെ സമയം നഷ്ടപ്പെടുത്താതെ, താങ്കൾക്ക് ആമേൻ ഇത് താല്പര്യമില്ലെങ്കിൽ ആമേൻ അതെ ഈ അക്കൗണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ താങ്കൾ തയ്യാറാണ്. ഹല്ലേലൂയ. താങ്കൾ എത്ര ശബ്ദമുയർത്തിയാലും, താങ്കൾ എത്ര കമന്റ് ഇട്ടാലും ആമേൻ ഒരിക്കലും നിർത്തുന്ന പരിപാടിയല്ലത്. കാരണം മരണത്തെ മുഖാമുഖമായി കണ്ടിരുന്ന ആമേൻ സാഹചര്യത്തിൽ നിന്ന് ആമേൻ 13 വയസ്സുള്ള പ്രായത്തിൽ ഓപ്പറേഷൻ ചെയ്ത് ഇനി ഉണരത്തില്ല എന്ന് പറഞ്ഞ് ആമേൻ അതെ കുടുംബക്കാരെയും ആമേൻ സഹപാഠികളെയും അധ്യാപകരെയും കൂട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചറിയിച്ച് ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകുവാൻ അതെ പാക്ക് ചെയ്ത എന്നെ ഹല്ലേലൂയ ഇന്ന് ഉശിരോടെ നിർത്തിയിരിക്കുന്നത് അഖിലാണ്ടത്തെ സിദ്ധിച്ച സിദ്ധാവാം ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ മക്കൾ ഉണ്ടാകത്തില്ല എന്ന് ആമേൻ മെഡിക്കൽ ആമേൻ സയൻസ് പറഞ്ഞപ്പോൾ ആമേൻ അത് 21ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ് ഹല്ലേലൂയ 3.5 വർഷം തലമുറയില്ലാതെ ആമേൻ തൃശ്ശൂർ അത്താണി മെഡിക്കൽ കോളേജിൽ എന്റെ ഭാര്യയുടെ മാതാവ് കൊണ്ടുപോയി ആമീൻ നോക്കിയപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരിക്കലും തലമുറ ഉണ്ടാകത്തില്ലെന്ന്. എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആമീൻ മൂത്ത മകൾ രൂഹമയെ ദൈവം എനിക്ക് ദാനമായി നൽകി. ഹല്ലേലൂയ. താങ്കൾ ആമീൻ അതെ വിശ്വസിച്ചാൽ വിശ്വസിച്ചില്ലെങ്കിലും താങ്കളെ പോലെ ആമീൻ അതെ കമന്റിട്ട് ആമീൻ അതെ പ്രതികരിക്കുവാൻ കഴിവില്ലാതിട്ടല്ല, പ്രാപ്തിയില്ലാതിട്ടല്ല, വിദ്യാഭ്യാസമില്ല
അറിയാനിട്ടല്ല, തൊഴിലറിയാനിട്ടല്ല. ആമേൻ അതെ നന്നായി അധ്വാനിക്കാൻ അറിയാവുന്ന ആമേൻ കുടുംബത്തിലും ആമേൻ നന്നായി ഹല്ലേലൂയ അധ്വാനിക്കാനുള്ള സാഹചര്യങ്ങളുള്ള കുടുംബത്തിൽ തന്നെ ജനിച്ചത്. ഹല്ലേലൂയ അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, സഹോദരിയുണ്ട്. ഹല്ലേലൂയ ബന്ധങ്ങളെല്ലാം ഉണ്ട്. ഹല്ലേലൂയ ആമേൻ എന്നെ കൊണ്ട് എന്റെ അപ്പനും അമ്മയ്ക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആമേൻ വിവാഹം കഴിഞ്ഞ നാളെ മുതൽ ഇന്ന് വരെ എന്റെ ഭാര്യയ്ക്ക് ഞാൻ തന്നെ ചെലവിന് കൊടുക്കുന്നത്. എനിക്കുണ്ടായ മൂത്ത മകൻ ആമേൻ 9 വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി രണ്ടാമതൊരു പെൺകുഞ്ഞിനെ കൂടെ തന്നത്. സഹോദര ആമേൻ താങ്കൾക്ക് ആമേൻ അതെ എന്ത് എഴുതുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ അതിനെതിരെ സമയം കളയാൻ ഞങ്ങൾക്ക് സമയമില്ല. ഹല്ലേലൂയ ഇന്ന് പകരം ഞങ്ങൾ ഈ മീഡിയയിലൂടെ ഹല്ലേലൂയ ആമേൻ ലോക രാജ്യങ്ങളിലായിരിക്കുന്ന ദൈവമക്കളുമായി ഒന്നു ചേർന്ന് ആരാധിക്കുവാൻ ഇടയായി തീരുന്നത് സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയിരിക്കുന്നതുകൊണ്ട്. ഹല്ലേലൂയ താങ്കളുടെ തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, താങ്കളുടേതായ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. താങ്കൾക്ക് ആമേൻ വേറെ ഒരു പണിയും ഇല്ലെങ്കിൽ ഇരുന്ന് കടന്നിട്ടോ ഞങ്ങൾ പ്രതികരിക്കുന്നില്ല. ഹല്ലേലൂയ പ്രതികാരം ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയ താങ്കളെ പോലെ പ്രതികരിച്ച ഒരുപാട് പേരെ സ്വർഗം തൊട്ടിട്ടുണ്ട്. ഹല്ലേലൂയ അധികം വൈകാതെ കണ്ട് താങ്കളെയും താങ്കളുടെ കൂടപ്പുറത്തെയും താങ്കളുടെ കുടുംബത്തെയും ആമേൻ സ്വർഗം തൊടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ ആമേൻ യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ അവന്റെ വിശ്വസ്തത തലമുറയായും ഇരിക്കുന്നു. ഹല്ലേലൂയ സന്തോഷത്തിനും സ്തോത്രത്തിനും ആമേൻ ഒരു കാരണം കൂടിയുണ്ട്. ഹല്ലേലൂയ എന്താ കാരണം? ഏക സത്യ ദൈവമായ യഹോവ നല്ലവനും കൃപാനിധിയും വിശ്വസ്തനും ആമേൻ എന്നും എന്നേക്കും മാറാത്തവനുമാകുന്നു. ഹല്ലേലൂയ കാലാവസ്ഥ മാറും, കൂട്ടുകാർ മാറും, സാഹചര്യങ്ങൾ മാറും. ഹല്ലേലൂയ ആമേൻ താങ്കളെ പോലെ ഒരു പണിയുമില്ലാതെ ആമേൻ കമന്റിട്ടുകൊണ്ടിരിക്കാൻ സമയമില്ലെന്ന്. ഹല്ലേലൂയ ഉത്തരവാദിത്വമുണ്ട്. ആത്മഹത്യയുടെ വാക്കിൽ കഴിയുന്ന അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ, അവരിന്ന് സമാധാനത്തോടെ ജീവിക്കുവാൻ ഉതകുന്ന രക്ഷയുടെ സന്ദേശം ലോകത്തോട് വിളിച്ചു പറഞ്ഞതുകൊണ്ട് എത്രയോ കുടുംബങ്ങളാ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ താങ്കളെ പോലെ കള്ളം പ്രചരിപ്പിക്കുന്ന ആമേൻ അതേ സ്വഭാവമുള്ളവർ ലോകത്തിൽ ഉള്ളത് കൊണ്ട് ലോകത്തിൽ ഇത്രമാത്രം പാപം പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ലോകരക്ഷകനായ യേശു ക്രിസ്തു ഇന്ന് എത്രയോ കുടുംബങ്ങൾക്ക് സമാധാനം നൽകിക്കൊണ്ടിരിക്കുന്നത്, എത്രയോ കുടുംബങ്ങൾക്ക് ആമേൻ ആശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ആശ്വാസം നൽകിയ കർത്താവിനെ കുറിച്ച്, ആ സമാധാനം നൽകിയ ക്രിസ്തുവിനെ കുറിച്ച് ലോകം ഉള്ളിടത്തോളം കാലം, ആയുസ് ഉള്ളിടത്തോളം കാലം ആമേൻ പ്രസംഗിക്കുക തന്നെ ചെയ്യും. കാരണം സംസാരശേഷി ഇല്ലാതെ കടന്ന വ്യക്തിയല്ല. ഹല്ലേലൂയ ആമേൻ എന്റെ കുഞ്ഞിന് ശരിയായ വിധത്തിൽ സംസാരിക്കുവാൻ ശേഷിയില്ലായിരുന്നു. ഹല്ലേലൂയ എന്നാൽ ആമേൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അതിനെ ഞങ്ങൾക്ക് സംസാരശേഷി തന്നത്. ഹല്ലേലൂയ ആമേൻ അത് നിഷേധിക്കാൻ പറ്റുമെങ്കിൽ നിഷേധിച്ചോ, ജീവിതത്തിന്റെ അനുഭവമാണ് പറയുന്നത്. ഹല്ലേലൂയ തലമുറകളില്ലാതിരുന്ന ഞങ്ങൾക്ക് തലമുറകളെ തന്നത് സ്വർഗത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന എത്രയോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരും തലമുറകളുമായി ദൈവത്തെ സ്തുതിക്കുന്നത് കാണുമ്പോൾ എത്രയോ സന്തോഷമെന്ന് അറിയാമോ? ഹല്ലേലൂയ ചുമ്മാ ഇരുന്ന് ഡാറ്റ ആമേൻ റീചാർജ് ചെയ്ത് ആമേൻ അതെ കമന്റിട്ട് സമയം പോക്കാതെ താങ്കൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയി ചെയ്ത് അതിൽ കുടുംബത്തെ പുലർത്താൻ നോക്ക്. ആമേൻ കർത്താവ് വരുമ്പോൾ അത് നിത്യത നഷ്ടപ്പെടാതിരിക്കുവാൻ രക്ഷയുടെ സന്ദേശം സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാകുക. ആരും നിർബന്ധിക്കുന്നില്ല. ഹല്ലേലൂയ സകല അഹങ്കാരികളെയും ആമേൻ ദുഷ്പ്രവർത്തിക്കാരെയും വേര് കൊമ്പ് വിശേഷിക്കാതെ തീപ്പൊയ്യിൽ തള്ളിയിടുന്ന സമയത്ത് താങ്കളും അതിനകത്തകപ്പെട്ട് നശിച്ചു പോകാതിരിക്കുവാൻ അത്രേ ഇന്ന് പകലിലും ഈ രക്ഷയുടെ സന്ദേശം താങ്കൾ കേൾക്കുവാൻ താങ്കളുടെ മീഡിയ അതെ ഓപ്പൺ ആക്കി താങ്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ താങ്കൾ എത്ര തന്നെ എഴുതിയാലും, താങ്കൾ എത്ര തന്നെ പ്രബലപ്പെട്ടാലും ആമേൻ കർത്താവ് നൽകുന്ന ആയുസ് മുഴുവൻ ഇത് ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ ദൈവം നല്ലവനാണെന്ന് അറിയുന്നത് അവനെ സ്തുതിക്കുവാൻ ആമേൻ അതെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഹല്ലേലൂയ അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി. ഹല്ലേലൂയ നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്
ല്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവം ആമേൻ അങ്ങനെയാണ് എന്നെ നിങ്ങളെയും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ആകാശത്തെയും ഭൂമിയെയും അതിലുള്ളതെല്ലാം അവൻ സൃഷ്ടിച്ചത് അവന്റെ നന്മയുടെ പ്രകടനമാണ്. ഹല്ലേലൂയ. ദൈവം നന്മയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന് 1 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ആമേൻ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഉൽപ്പത്തി വിവരം നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് കാണുന്ന സകല സൃഷ്ടികാലങ്ങളെയും എങ്ങനെ സൃഷ്ടിച്ചുവെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സത്യവേദ പുസ്തകത്തെ അംഗീകരിക്കാത്ത ഒരു വ്യക്തിയും ഈ മെസ്സേജ് കേട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ഹല്ലേലൂയ. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവം നിശ്ചയമായി പ്രതിഫലം കൊടുക്കും. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിക്കാത്തവര് കയറി വന്ന് കമന്റിട്ട് ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ വെല്ലുവിളികളിലൂടെ കടന്നു പോകുവാൻ അവിടുന്ന് നമ്മെ അനുവദിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ആമേൻ ചില വെല്ലുവിളികളിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കുന്നു. ഹല്ലേലൂയ. അതിലൂടെ നമുക്ക് മുന്നിലുള്ള ദുഷ്കരമായ സമയങ്ങളിൽ പരിശീലനം നേടാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞങ്ങൾ പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ്. മിലിറ്ററി ക്യാമ്പിൽ ആമേൻ പട്ടാളത്തിൽ ആമേൻ പോലീസിലൊക്കെ ആളുകളെ എടുക്കുമ്പോൾ അവർക്ക് പരിശീലനം കൊടുക്കാറുണ്ട്. ഹല്ലേലൂയ. ഒരു വലിയ ഒരു ശുശ്രൂഷ, വലിയൊരു ആമേൻ മേഖലയിലേക്ക് ദൈവം ഞങ്ങളെ ഉയർത്തുകയാണ്. അതിനുള്ള ഒരു പരിശീലനമാണ് ഇന്ന് പകൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളെ പോലുള്ള ആമേൻ വ്യക്തികൾ ആമേൻ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ആമേൻ ഒരിക്കൽ ഒരു സിംഹം കയറി വന്നു, ഒരിക്കൽ ഒരു കരടി കയറി വന്നു. ഹല്ലേലൂയ. കരടിയെ കണ്ടിട്ട് ദാവീദ് പിന്മാറിയില്ല, സിംഹത്തെ കണ്ടിട്ട് പിന്മാറിയില്ല. ആമേൻ കരടിയുടെയും സിംഹത്തിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് ആമേൻ അവൻ ആയിരിക്കുന്ന അവൻ ഉൾപ്പെട്ടിരിക്കുന്ന ആമേൻ ആ ജോലിയിൽ നിന്ന് അവനെ പരാജയപ്പെടുത്തണം. കാരണം അപ്പന്റെ ആടിനെ മേയ്ക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ദാവീദിനുള്ളത്. ഹല്ലേലൂയ. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ ആമേൻ അത് കരടി കയറി വന്നത്, സിംഹം കയറി വന്നത് അവന്റെ ആമേൻ ആ ജോലി മേഖലയിലുള്ള ആടിനെ ലക്ഷ്യമാക്കിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പൻ ഏൽപ്പിച്ചിരിക്കുന്ന ആടിൽ ഒന്ന് കുറഞ്ഞ ആമേൻ അവൻ അവിശ്വസ്തനാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ജോലിയിൽ വിശ്വസ്തനായിരിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആമേൻ ദാവീദ് ചെയ്തത് കേൾക്കണമോ? ആമേൻ ആടിന് നേരെ കയറി വന്ന ആമേൻ കരടിയെ ചാടി നേരിടുവാനുള്ള ഉയരത്തിലെ ശക്തിയും ഉയരത്തിലെ കൃപയും ഉയരത്തിലെ അഭിഷേകവും നേടുവാൻ നല്ല ഇടയനാകുന്ന യഹോവയ്ക്ക് വേണ്ടി അവൻ പാടുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുമ്പോൾ ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. അവൻ കാറ്റിൽ കിടന്ന ദാവീദ് അവന്റെ ജോലി മേഖലയിൽ ആയിരിക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ നിന്ന് ആടിനെ അവതരിക്കുവാൻ കയറി വന്ന അവൻ കരടിയെ വലിച്ചു കയറിയതുപോലെ, സിംഹത്തെ വലിച്ചു കയറിയതുപോലെ ഇന്നും പല നസറായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവ സഭയ്ക്കെതിരെ, ദൈവിക ആരാധനയ്ക്കെതിരെ, ദൈവ മക്കൾക്കെതിരെ, ദൈവം നൽകിയിരിക്കുന്ന നന്മകൾക്കെതിരെ ശക്തമുയർത്തുന്ന പ്രതിയോഗിയായ പിശാചിനെ സ്വർഗത്തിലെ ഭൂമിക്ക് അധികാരം പ്രാപിച്ച നസറായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച് ജയമടിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പറഞ്ഞ് ഒരുമിച്ച് ചേർപ്പെടുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവൻ കാട്ടിൽ ട്രെയിനിങ് കിട്ടിയ ദാവീദ്, ഹല്ലേലൂയ, അവൻ ഈ ഫേസ്ബുക്കിലൂടെ അവൻ ഞങ്ങൾക്ക് ട്രെയിനിങ് ആണ്. കാരണം എന്താണെന്നറിയാമോ? അവൻ പബ്ലിക്കിലേക്ക് ഞങ്ങൾ ഇറങ്ങാൻ പോവാ. ഹല്ലേലൂയ. സഹോദര, നേരെ അവൻ പബ്ലിക്കിലേക്ക് ഞങ്ങൾ ഇറങ്ങാൻ പോവാ. ഹല്ലേലൂയ. അവൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ഇതിനകത്ത് അവൻ ലോക രാജ്യങ്ങളിലേക്ക് ഈ മീഡിയയിലൂടെ സന്ദേശം എത്തിക്കുന്നത് പോലെ ഞങ്ങൾ പബ്ലിക് ഇറങ്ങാൻ പോവാ. ഞങ്ങൾ കവലകളിൽ, പട്ടണങ്ങളിൽ, ഗ്രാമങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ ഉയർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. വരയ്ക്കകത്ത് നിന്ന് കുറയ്ക്കാതെ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. അവൻ വീട്ടിൽ ഇരുന്ന് കമന്റ് ഇടാൻ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. അവൻ ദൈവ സഭയ്ക്കെതിരെ ആര് ശബ്ദമുയർത്തിയോ വായി അവൻ ഭൂമി വായി പിളർന്ന് അവൻ വിഴുങ്ങി കളഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ ദൈവ മക്കൾക്കെതിരെ, ദൈവ സഭയ്ക്കെതിരെ ആര് ശബ്ദമുയർത്തിയിട്ടുണ്ടോ അവിടെ ദൈവത്തിന്റെ കരം ചലിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് ആമേൻ ഒരു ഗോലിയാത്തിനെ നേരിടുവാനുള്ള ട്രെയിനിങ് ആയിരുന്നു കാട്ടിൽ ആയിരുന്ന ദാവീദിന് കിട്ടിയത്. ഹല്ലേലൂയ. ഞങ്ങൾ തിരിച്ചറിയുന്നു ഇന്ന് ഈ മീഡിയയിലൂടെ, ഈ ഫേസ്ബുക്കിലൂടെ ആമേൻ ഞങ്ങൾ ലോക രാജ്യങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലിരുന്ന് കുറച്ചുകൊണ്ടിരിക്കുന്ന, വീട്ടിലിരുന്ന് ആമേൻ അവയെ ഫേക്ക് ഐഡിയയിലൂടെ, നേരെയുള്ള ഐഡിയയിലൂടെ വരാനുള്ള ചങ്കൂറ്റമില്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ ഫേക്ക് ഐഡിയയിലൂടെ വന്ന് ഹല്ലേലൂയ വാരിട്ടാട്ടി ഹല്ലേലൂയ പേടിപ്പിക്കാൻ നോക്കിയാൽ പേടിക്കുന്ന കൂട്ടരല്ല ദൈവമക്കൾ. ആമേൻ വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രയും സ്വർഗ്ഗം തന്റെ മക്കളുടെ മേൽ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആമേൻ കമന്റ് ചെയ്ത് കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രയാസകരമായ സമയങ്ങളിൽ നാം അവനെ വിശ്വസിക്കണമെന്ന് ഹല്ലേലൂയ അവിടുന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരേ, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പ്രിയപ്പെട്ട ഒരാൾ ദുഷ്കരമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ കർത്താവ് അവരെ അറിയുന്നു. ഹല്ലേലൂയ കർത്താവ് അവരെ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. അത് ദൈവത്തെ ഉപേക്ഷിക്കാനുള്ള സമയമല്ല ഇത്. ഹല്ലേലൂയ. ആമേൻ തന്നിൽ ആശ്രയിക്കുന്നവരെ ആമേൻ അറിഞ്ഞ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം ഹല്ലേലൂയ ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നന്മയെ കുറിച്ച് പങ്കുവെക്കുന്നതിന് നിങ്ങൾക്കൊരു സാക്ഷ്യം ലഭിക്കത്തക്കവണ്ണം ഹല്ലേലൂയ അവൻ ഉടനെ നിങ്ങൾക്കായി വരും. അതേ സഹോദര, ഇന്ന് കഷ്ടതയാണോ, ബുദ്ധിമുട്ടാണോ, പ്രയാസമാണോ, പ്രതിസന്ധിയാണോ, പ്രതികൂല ഹല്ലേലൂയ അതിനെ തരണം ചെയ്ത് മുൻപോട്ട് പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിന്നെ നിറച്ച് ലോകത്തിന്റെ അറ്റത്തോളം മഹിമകളുടെ സാക്ഷിയായി മുൻപോട്ട് പോകുവാൻ നിന്നെ ശക്തീകരിക്കുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ ഇന്ന് പകൽ ആമേൻ അതേ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നന്മയെ കുറിച്ച് പങ്കുവെക്കുന്നതിന് ഹല്ലേലൂയ നിങ്ങൾക്കൊരു സാക്ഷ്യം ലഭിക്കത്തക്കവണ്ണം ഹല്ലേലൂയ അവൻ ഉടൻ നിങ്ങൾക്കായി വരും. ഹല്ലേലൂയ. ലോകത്തിന്റെ അറ്റത്തോളം അവൻ ഈ സാക്ഷ്യം വഹിപ്പാൻ കൃപ ലഭിച്ചവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. 100-ാം സങ്കീർത്തനം ഹല്ലേലൂയ അതിന്റെ 5-ാം വാക്യം ഹല്ലേലൂയ ഒരിക്കൽ കൂടെ വായിക്കാം. ഹല്ലേലൂയ. ആമേൻ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് എന്താണ്? 100-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യത്തിൽ ഹല്ലേലൂയ യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്ന് അടുത്ത തലമുറകളിലേക്ക് ആമേൻ പകരപ്പെടുന്ന ഒരു അഭിഷേകം ഹല്ലേലൂയ ആമേൻ ഒരു ദൈവിക അനുഗ്രഹം ആമേൻ നമ്മുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായിരിക്കുന്നു. യഹോവ നല്ലവനെന്ന് തിരിച്ചറിവിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഹല്ലേലൂയ. കർത്താവ് നല്ലവനാണ്, കഷ്ടകാലത്ത് ശക്തനാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മെ നന്നായി അറിയുന്നു. ഹല്ലേലൂയ. 100-ാം സങ്കീർത്തനം ആമേൻ അതിന്റെ ആമേൻ 1, 2, 3 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. സകല ഉപവാസികളുമായുള്ളവരെ യഹോവയെ കാക്കണമേ, സന്തോഷത്തോടെ യഹോവയെ ഘോഷിക്കും, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരും. യഹോവ ദൈവമെന്നാലും അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവന്റെ ജലവും അവൻ നയിക്കുന്ന ആടുകളും തന്നെ. ഹല്ലേലൂയ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടുകൂടി, അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടുകൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. ഹല്ലേലൂയ. അവൻ യഹോവ നല്ലവനല്ലോ, അവന്റെ ദൈവമേ. ഈ നല്ലവനായ കർത്താവിനെ എന്നോട് പകൽ പാടി ആരാധിപ്പാൻ, അതേ ശുശ്രൂഷിക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, അതേ കൃപയുള്ള മക്കൾ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഈ കർത്താവിന്റെ സാക്ഷ്യം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെതിരെ ഉയരുന്ന ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും നമ്മെ തകർക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദാവീദിനോട് കൂടെ ഇരുന്ന ദൈവം, ഹല്ലേലൂയ മോശയോട് കൂടെ ഇരുന്ന ദൈവം, ദാനിയേലിനോട് കൂടെ ഇരുന്ന ദൈവം, ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പത്മോസിന്റെ ഏകാന്തതയിൽ ആയിരുന്ന യോഹന്നാന് പുതിയ ദർശനങ്ങൾ, പുതിയ വെളിപ്പാടുകൾ ദൈവസഭയ്ക്ക് കൈമാറുവാൻ തക്കവണ്ണം നൽകിക്കൊടുത്ത ദൈവം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മുടെ മേൽ വെളിപ്പെടുത്തി നമ്മെ മാനിപ്പാൻ ദൈവം ശക്തനാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഹല്ലേലൂയ. അവിടുന്ന് ആമേൻ നല്ല ഒരു സാക്ഷ്യം ലഭിക്കത്തക്കവണ്ണം ഹല്ലേലൂയ ആമേൻ ഞങ്ങൾക്കായി അവിടുത്തെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അഭാവികളും ദോഷികളുമായിരുന്ന ഞങ്ങളെ അവിടുത്തെ പുത്രന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി സാക്ഷ്യമുള്ളവരാക്കി ആമേൻ ഞങ്ങളെ താഴ്പ്പിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അനേകരോട് ഈ സന്ദേശം പറയുവാൻ ഉദരത്തക്ക വിധത്തിൽ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, തീർച്ചയായും അവിടുന്ന് നല്ലവനായും വല്ലവനായും ആമേൻ വെളിപ്പെട്ടുകൊണ്ട് ആമേൻ ഭൂമിയിൽ മുഴുവൻ അവിടുത്തെ മഹത്വത്താൽ നിറയുവാൻ ഇടയാകുന്ന വിധത്തിൽ പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ തന്റെ പുത്രനോട് കൂടെ ഇരുന്നത് പോലെ തന്റെ പുത്രൻ വിശ്വസിക്കുന്നവരോട് കൂടെ ഇരുന്ന് ഇന്നും പ്രവർത്തിക്കുന്നതോർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിലെ അവിടുത്തെ നന്മയ്ക്കായി ഓരോ ദിവസവും അങ്ങേ ആരാധിക്കുവാനും അങ്ങേ സ്തുതിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ആമേൻ ഇത് തലമുറകളെ പഠിപ്പിക്കുവാൻ തലമുറകളിലേക്ക് കൈമാറുവാൻ എന്ന് പകൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിനെ കേട്ട എല്ലാവരെയും നിങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ്. രോഗികളായി ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യേശു കർത്താവിന്റെ നാമത്തിലുള്ള വിടുതൽ ആമേൻ അടിപ്പിടലുകളാൽ ആമേൻ നൽകിയിരിക്കുന്ന സൗഖ്യം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാതെ ആമേൻ ഭാരപ്പെടുന്നവർ, തലമുറകളില്ലാത്തവർ, ഭവനം പണിയുവാൻ ആഗ്രഹിച്ചിട്ട് പൂർത്തീകരിക്കാൻ വകയില്ലാതെ ഭാരപ്പെടുന്നവർ, അങ്ങനെ വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന എല്ലാവർക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊപ്പം പരിശുദ്ധാത്മാവാ ദൈവം കൂടെ ഇരിക്കണം. ദുഷ്ടം തൊടുവാൻ നിഷ്ഠവെക്കുവാൻ തകർത്തുകളവരുടെയാണ്. തകർക്കുന്നവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവരായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതനായി ഇരുന്നുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി ലോകത്തിന്റെ അറ്റത്തോളം അങ്ങയുടെ സാക്ഷ്യം വഹിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആരും ക്ഷീണിതരായി പോകാനിടയാകരുത്, ആരും തളർന്നു പോകാനിടയാകരുത്. എല്ലാവരും സമാധാനമുള്ളവരായി സന്തോഷമുള്ളവരായിരിക്കാൻ സ്വർഗമിടയാക്കണമേ. എനിക്ക് വേണ്ടി എന്റെ വ്യക്തിപരമാകുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി എന്റെ കുടുംബ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട എല്ലാ വ്യക്തികളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പകൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഹല്ലേലൂയ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്നവനെ, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായവനെ എന്ന് പകൽക്കാലം ഹല്ലേലൂയ വേദനയോടെ നിരാശയോടെ ആകുലതയോടായിരിക്കുന്ന എല്ലാവരും പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം അത്ഭുതങ്ങളാൽ വീര്യപ്രവർത്തികളാൽ ഹല്ലേലൂയ ആമേൻ. ഞാൻ എന്റെ സഭയെ പണി പാതാള ഗോപുരങ്ങളെ ജയിക്കുക എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗമായി മാറിയിരിക്കുന്ന എല്ലാവരെയും പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വദേശത്തായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിദേശത്തായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ പ്രവൃത്തി ആമേൻ എല്ലാവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാക്കണമേ. ഇന്ന് പകൽ ആമേൻ ഈ ഫേസ്ബുക്കിൽ ആമേൻ ഫേക്ക് ഐഡിയിലൂടെ കടന്നു വന്ന ആ സഹോദരങ്ങളെ ഓർക്കുന്ന കർത്താവെ, അവരോട് മനസ്സിലിടണമേ, അവരോട് കരുണ കാണിക്കണമേ കർത്താവെ. അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ കർത്താവ് കൃപ കൊടുക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ ശോഭാരാജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഇന്നത്തെ ആമേൻ വലിയ കൃപ, ആമേൻ ഇന്നത്തെ വലിയ സാന്നിധ്യം ഹല്ലേലൂയ ആമേൻ ഓരോ ദിവസവും അനുഭവിപ്പാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണമേ. ദുഷ്ടൻ ആമേൻ പ്രബലപ്പെടുവാൻ അവിടുന്ന് അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവിന്റെ വായടച്ച് ഹല്ലേലൂയ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ ആമേൻ. അതേ ദൈവം മുമ്പാകെ വിഷയങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന കർത്താവേ, ഞാൻ എന്റെ സഭയെ പണി പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുക എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച ഹല്ലേലൂയ കർത്താവേ, ആ സഭയുടെ ആമേൻ അതേ പ്രവർത്തനത്തിന് വിരുദ്ധമായി ഉയരുന്ന എല്ലാ പൈശാചിക പോരുകളെ നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച് ചേർപ്പെടുകയാണ്. കർത്താവേ, പാടുവാൻ പ്രാർത്ഥിപ്പാൻ ശുശ്രൂഷിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിച്ചതായി നന്ദി പറയും. സകല മഹത്വവും മാനം പൂഴ്ചയും അവിടത്തേക്ക് മാത്രമാക്കിക്കട്ടെ. അടിയങ്ങൾക്കായി കാൽവും ജീവനർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാദിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. ആമേൻ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്ത എല്ലാവരെയും സ്വർഗത്തിൽ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായി കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. സാത്താൻ എത്ര പ്രബലപ്പെട്ടാലും നാം അവന്റെ പുറകെ പോകത്തില്ല. അവനെ പിടിച്ചുവെട്ടുവാനുള്ള അധികാരം സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, അതെ, പിശാച് അവന്റെ വാലിട്ട് ആട്ടുന്നത് കണ്ട് വീടുകളായിരിക്കുന്നവരല്ല ദൈവമക്കൾ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. അനുഗ്രഹത്തോടെ മനസായി ഉദയമാവോ നദാപാരേനെ വന്ദനം നിനക്കാമേ. മനസായി ഉദയമാവോ നദാപാരേനെ വന്ദനം നിനക്കാമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുക വഴിനിർത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും നമ്മോടുകൂടെയും ഗുരുവപാഠമുള്ള സകലവിശുദ്ധന്മാരോടുകൂടെയും ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെയും കർത്താവിന്റെ രണ്ടാം വരവിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ജയം നൽകി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഇന്ന് വൈകിട്ട് സ്നേഹതീരം പ്രയർ സെന്റർ അഞ്ചുലക്ഷം ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ആമേൻ നടക്കുന്ന ലൈവ് മീറ്റിംഗിൽ കടന്നു വരിക. ആമേൻ. അത് എല്ലാ ദിവസവും മുടങ്ങാതെ ആമേൻ അത് നടക്കുന്നല്ലോ. അനേകർക്ക് അത് അനുഗ്രഹം വിടുതലുമായി തീരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകൽ ഫേസ്ബുക്ക് ഫേക്ക് ഐഡിയിലൂടെ വന്ന സഹോദരന്മാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരോട് ക്ഷമിക്കട്ടെ, ദൈവം അവരോട് കരുണ കാണിക്കട്ടെ. ആരെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയിൽ നടക്കുന്ന തത്സമയ പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിക്കുക. ആമേൻ. അനേകർക്ക് ദൈവം ആമേൻ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ആമേൻ. അതിന്റെ റിസൾട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അതുപോലെ ഞങ്ങൾ ചില പ്രാർത്ഥന വിഷയങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആമേൻ. മനോഹരമായ ഒരു ഭവനം ഞങ്ങൾക്ക് പാർക്കുവാനായിട്ട് ആവശ്യമാണെന്ന് ആമേൻ സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് നൽകി തന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആമേൻ അതെ കീബോർഡ് ദൈവം നമുക്ക് നൽകി തന്നു. അതുപോലെ നമുക്ക് മറ്റ് ആമേൻ ഇൻസ്ട്രുമെന്റ്സ് ആമേൻ അതെ മൈക്ക് സൗണ്ട് എല്ലാം ദൈവം നമുക്ക് നൽകി തന്നു. ഇനിയും ആമേൻ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നൽകി തരും. ആമേൻ നമ്മൾ ആമേൻ അതെ ടീമായി ആമേൻ ലോകരാജ്യങ്ങളിലേക്ക് പബ്ലിക്കായി ആമേൻ പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ തെരുവുകളിൽ ഇറങ്ങി കർത്താവിനെ ഉയർത്തുവാനായിട്ട് കർത്താവ് നമ്മളെ ശക്തീകരിക്കുന്നല്ലോ, ബലപ്പെടുത്തുന്നല്ലോ. കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടെ ആമേൻ അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം ഫാമിലി. ഗോഡ് ബ്ലസ് യു. കൂട്ടായ്മ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു.